എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ മുൻകാല ചോദ്യങ്ങൾ വിശദമാക്കുന്നു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ അശ്വിൻ വിഷ്ണു CR. അപ്പോൾ തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ ഇതേപോലെ സിമിലറായിട്ട് മറ്റൊരു എക്സാം നടന്നിട്ടുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിനേഷനാണ് നമുക്ക് ഇതേ സിലബസിൽ തൊട്ട് മുൻപേ നടന്നിട്ടുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മെട്രിക്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മെട്രിക്സ് തന്നിരിക്കുന്നു, അതിനുശേഷം അത് ഏത് ടൈപ്പ് മെട്രിക്സ് ആണ് എന്നുള്ള തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അതിൽ ചോദിച്ചിട്ടുണ്ട്. സിമെട്രിക് ആണോ, സ്കേലാർ ആണോ, ഡയഗണൽ ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിനുള്ളിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ വാല്യൂസ് ഇട്ട് തന്നെ പറയുകയാണത്, ഒരു മെട്രിക്സിൻ്റെത് A is a 5x3 മെട്രിക്സും B ഒരു 3x2 മെട്രിക്സും ആണെങ്കിൽ വാട്ട്സ് ദ ഓർഡർ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് AB, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിനുള്ളിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ഇഫ് A ഡിനോട്ട് ദ ട്രാൻസ്പോസ് ഓഫ് AB ഡാഷ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വെക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ട്. ഒരു മെട്രിക്സ് തന്നതിന് ശേഷം അതിൻ്റെ ഏഗൻ വാല്യൂസിൻ്റെ സം എത്രയാണ്, ഒരു 3x3 മെട്രിക്സ് തന്നതിന് ശേഷം അതിൻ്റെ ഏഗൻ വാല്യൂസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും അതേപോലെ തന്നെ പറയുകയാണ്. ഇഫ് എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R ഓഫ് എ മെട്രിക്സ് A is 0, then rank of A is ഓപ്ഷൻസ് ഗ്രേറ്റർ ദാൻ R, ഈക്വൽ ടു R, 0, ലെസ് ദാൻ R, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ അഗെയിൻ 2x2 മെട്രിക്സിൻ്റെ മുകളിലുള്ള ഏഗൻ വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 3x3 ഉള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്, 2x2 ഉള്ളതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള മാത്സിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നെ f(x) എന്ന് തന്നതിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂസ് ആണോ, അവർ ഏത് വാല്യൂവിലാണ് അത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്ന സമയത്ത് അഗൈൻ ചോദിക്കപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഡെറിവേറ്റീവ് ഓഫ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എങ്ങനെയാണ്, നോട്ട് ഡിഫൈൻഡ് ആണോ, 0 ആണോ, ആ തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, എങ്ങനെയാണോ എന്നുള്ളത് അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നേരിട്ട് നമുക്ക് ആൻസർ ചെയ്യപ്പെടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇൻ്റഗ്രേഷൻ്റെ പാർട്ടിൽ നിന്ന് 0 to π/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. കോസും സൈനൊക്കെ വെച്ചുകൊണ്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ദെൻ ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ലിമിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം ന്യൂമറിക്കൽ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ ഈ ഒരു സെക്ഷന് പറ്റും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഉണ്ടായിരുന്നു പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സിൽ നിന്നുള്ള മീൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 20, 22, 28, 24 എന്ന് പറയുന്നതിൻ്റെ മീൻ എത്രയാണ്, മീൻ വാല്യൂ എത്രയാണെന്നുള്ളത് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ പ്രോബബിലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണെന്നുണ്ടെങ്കിൽ 4 റെഡ് ബോളും 3 വൈറ്റ് ബോളും ഉള്ള ഒരു ബോക്സിൽ നിന്ന് 2 റെഡ് ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്, ഓർ പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. +1 കാലഘട്ടം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ വേറെ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കപ്പെട്ടിട്ടുള്ളത് ഐൻസ്റ്റീൻ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ ബിറ്റ്വീൻ ദ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സിൻ്റെ പാർട്ടിൽ നിന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ധാരണയായി കാണുമല്ലോ ഏതൊരു ലെവലിൽ ഏതൊരു ഡെപ്തിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല നിലയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ സിലബസിന്റെ ഭാഗമായ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ മുൻകാല ചോദ്യങ്ങൾ വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ അശ്വിൻ വിഷ്ണു CR. ഈ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.